നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 5 വർഷത്തിനിടെ ഭരണം മാറുക എന്നതാണ് കേരളത്തിലെ പതിവ്. എന്നാൽ കഴിഞ്ഞ തവണ ആ പതിവ് തെറ്റി. പിണറായി വിജയനും ഇടതുമുന്നണിയും കൂടി തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 9 വർഷമായി പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. കേരളത്തിലും ഭരണമില്ല, കേന്ദ്രത്തിലും ഭരണമില്ല. ഇനി ഒരു തോൽവി കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ കോൺഗ്രസിനില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ഇത് തിരിച്ചറിഞ്ഞാണ് പ്രവർത്തനം. അതിൻ്റെ ഗുണം ആ പാർട്ടിക്ക് കിട്ടുന്നുമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ളവ കണ്ടെത്തി അവിടേക്ക് യുവനിരയെ മുൻകൂട്ടി ഇറക്കാനാണ് ആലോചന. എക്കാലവും കോൺഗ്രസിൽ നിയന്ത്രണാധികാരമുള്ള എന്തിനും മുതിർന്ന നേതാക്കൾ ഈ നീക്കത്തോട് എങ്ങനെയാവും പ്രതികരിക്കുക? അവർ കലാപക്കൊടി ഉയർത്തുമോ? സാഹചര്യം തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കുമോ? വരും ദിവസങ്ങൾ ഇതൊക്കെ അറിയാം. യുവനിരയെ ഇറക്കിയുള്ള ഈ കോൺഗ്രസിൻ്റെ പരീക്ഷണം വിജയിക്കുമോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്തു നിന്നും. ശ്രീ മഹി, കഴിഞ്ഞ തവണ കോൺഗ്രസ് തോറ്റ ചില മണ്ഡലങ്ങൾ, അത് ജയസാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് കരുതുന്ന ചില മണ്ഡലങ്ങൾ, നേരത്തെയൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അങ്ങനെ 10-30ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ യുവനിര ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഈ യുവാക്കളെ മുൻകൂട്ടി തീരുമാനിച്ച് അവിടെ പ്രവർത്തിപ്പിച്ച് അവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കാനുള്ള അത്തരം ഒരു തന്ത്രത്തിലേക്ക് പോയാൽ അത് കോൺഗ്രസിൽ എങ്ങനെയാവും? അത് ജയത്തിന് സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. വീണ്ടും ഇടതുദിവസം തന്നെ വരും. പൈസ ഇപ്പൊ കോൺഗ്രസ് അത് കൊടുത്തോണ്ടിരിക്കുന്ന പെൻഷൻ പോലും നിൽക്കും. 600 രൂപ കൊടുത്തോണ്ടത് 1600 ഇടതുദിവസം ആക്കിയിരിക്കുകയാണ്. ആ പെൻഷൻ കൂടെ ഈ കോൺഗ്രസ് നിർത്തും. അതുകൊണ്ട് മൂന്നാമത്തെ ഇടതുദിവസം തന്നെ വരും. ഒരു സീറ്റെങ്കിലും കൂടുതലേ കാണുള്ളൂ. 99-100 കാണും. അത് ഒരു സമീക്ഷയല്ല. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിലമ്പൂരൊക്കെ പരാജയപ്പെട്ടില്ലേ? അത് അവിടെ നിന്ന് നമുക്ക് 50 കൂടെ ഇന്നലെ ജയിച്ചു. അവിടെ അങ്ങനെ സുഗന്ധം നിർത്തിയോണ്ട് നമ്മൾ ജയിച്ചു. അതൊന്നും നടക്കില്ല. അത് പലവറിയായ മുസ്ലിങ്ങളെ കൂടുതലുണ്ട്, അവർക്ക് സ്വന്തമുണ്ട്. അതും ഒരു പ്രശ്നമല്ല. വർത്തമാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ കാണാനല്ല, അത് നിയമസഭ ഇടതുദിവസം തന്നെ വരും. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസ് യുവനിര ഇറക്കിയുള്ള ഒരു പരീക്ഷണം, അത്തരമൊരു പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്. കോൺഗ്രസിൽ വൃദ്ധന്മാർ കഴിഞ്ഞാലേ യുവാക്കൾ ഉണ്ടാവും. യുവാക്കളെ നിർത്തിയാലല്ലേ നമ്മൾ ഈ വിഷയത്തെ പറ്റി കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. യുവാക്കളെ അവർ സ്ഥാനാർത്ഥിയാക്കിയാലേ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളൂ. പിന്നെ കേരളത്തിൽ UDF 2026 വരുമെന്നുള്ള താങ്കളെ പോലെ താങ്കളോ വിശ്വസിക്കേണ്ട ഞങ്ങൾക്കറിയില്ല. കേരളത്തിലെ പൊതുജനം അത് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടിയിട്ട് കേരള നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ എങ്ങനെ വോട്ട് ചെയ്യും, എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കോൺഗ്രസിലെ യുവാക്കളെ നിർത്തണമെങ്കിൽ ആദ്യം KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിൽ ഇരിപ്പിക്കണം. കാരണം ഇവിടെ ഇപ്പൊ അടിപിടി കൂടി, അഥവാ ഇൻ കേസ് എന്നാൽ കോൺഗ്രസ് വന്നാൽ മുഖ്യമന്ത്രി KC വേണുഗോപാലാ. ഇവർ 3 പേരും ഒരു അടികൂടും, അങ്ങനെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. KC വേണുഗോപാൽ അവസാന വാക്കാണ്, അദ്ദേഹം മുഖ്യമന്ത്രി. അതിന് വേറെ അടി ഉണ്ടാവും. കോൺഗ്രസ് 2 ഗ്രൂപ്പായി 2-3 ഗ്രൂപ്പായാലും ആവശ്യപ്പെടാനില്ല UDF ഇൻ കേസ് വന്നാൽ. താങ്കളുടെ പാർട്ടി ഇപ്പൊ പറയുന്നത്, ഒരു BJP-കാരനായ താങ്കൾ പറയുന്നത് കോൺഗ്രസ് ജയിക്കില്ല എന്ന്. അപ്പൊ ആര് ജയിക്കുമെന്നാണ് പറയുന്നത്? അത് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂട്ടിയിട്ട് നിലമ്പൂർ ജയിച്ചത് മറ്റൊരു ഘടകമാണ് സാർ. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടിയതിന്റെ ഫലം അവർ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. നമ്മളിപ്പോ തൃശ്ശൂർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറയുന്ന ഒരു സന്ദീപ് വാര്യർ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി കൂട്ടി തൊഴിലാളി പാർട്ടിയുടെ കൊടിയും കെട്ടി അവിടെ വോട്ടിന് പോയാൽ ആട്ടി ഓടിക്കും തൃശ്ശൂർ ജനങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ നിന്നതും ഒരു മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയിലൊക്കെ തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ അഥവാ ഇൻ കേസ് സ്ഥാനാർത്ഥിയാക്കിയാൽ സന്ദീപ് വാര്യർ ഏകദേശം 5-6 മാസങ്ങൾ. ശ്രീ ബാലകൃഷ്ണൻ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അദ്ദേഹം നേരത്തെ നിന്നതും ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ സമാനമായ രീതിയിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയിലല്ലേ അദ്ദേഹം നിന്നത്? മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പച്ചക്ക് മതരാഷ്ട്രം പറയുന്ന ഒരു സംഘടനയൊന്നല്ല. ഭാരതീയ ജനതാ പാർട്ടി മതരാഷ്ട്രം പറയുന്ന ഒരു സംഘടനയൊന്നല്ല. ശരി, ഓക്കെ. എന്തായാലും
ശ്രീ മുഹമ്മദ് ആണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ യുവാക്കളെ ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിർന്നാൽ അത് എത്രത്തോളം വിജയകരമാവും? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഒരിപ്പിറക്കിയ യുവാക്കളുടെ ഇനി ഒരു 40 വയസ്സ് കുറച്ച് അയച്ചങ്ങളെ വോട്ടവകാശം ആയ അയച്ചങ്ങളെ തന്നെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓല് കേരളത്തില് ഇപ്പൊ ക്യാപ്റ്റൻ പേരിട്ട അയാളിപ്പോ കുറച്ചു നേരത്തെ TV പറഞ്ഞു 100 ചില്ലറ സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന ആഹ്ലാദിച്ചുകൊണ്ട് അടക്കുക. ഓൽക്ക് ഒരു 10-15 സീറ്റ് വെച്ച് കുത്തിരിക്കുക. ഇവിടെ ഇടതുപക്ഷം തന്നെ ഭരിക്കും. ഓലെ കൊണ്ട് ഭരിക്കാൻ പറ്റൂല. ഓലെ കോൺഗ്രസ്സുകാർ അതിന് പറ്റൂല. ഓലിങ്ങനെ നല്ല ഉത്സാഹമായിട്ട് കാഴ്ചയിൽ ഇങ്ങനെ നടക്കാനേ ഓലെ പറ്റുള്ളൂ സാറേ. അതിന് ജയിക്കാൻ ഇടതുപക്ഷം. പിന്നെ നേരത്തെ ആള് പെൻഷൻ പറഞ്ഞു, പെൻഷന്റെ കാര്യം പറഞ്ഞു. ഈ പെൻഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരും പെരയാറ്റി കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരും ഒക്കെ കോൺഗ്രസ്സുകാരാ. നമ്മളെ അച്ഛൻ പറഞ്ഞു ലൈഫൊക്കെ ഞങ്ങൾ നിർത്തും, മറ്റേ നിർത്തും, മറിച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞു. ഓലങ്ങനെ നിർത്തിക്കാണ്ട് ഇനിയും ഇങ്ങനെ ഈ കുട്ടികളെ പൂതിയപ്പിച്ചു, പെണ്ണെട്ടിച്ചാൽ കുട്ടികളെ പൂതിയപ്പിച്ചാണ് ഇപ്പൊ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസിന്റെ ഈ ഒരു ആലോചന, യുവാക്കളെ ഇറക്കി ഈ കഴിഞ്ഞ തവണ തോൽക്കുകയും എന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് കരുതുന്ന മണ്ഡലങ്ങൾ അവിടെയൊക്കെ പിടിക്കാൻ യുവാക്കളെ ഇറക്കുക എന്നുള്ളൊരു തന്ത്രം, അത്തരം ആലോചനയിലേക്കൊക്കെയാണ് കോൺഗ്രസ് എന്നാണ് അറിയുന്നത്. അത് ഒരു ബുദ്ധിപരമായ നീക്കമാവുമോ? നമസ്കാരം. നമസ്കാരം കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഞാൻ പറയാം, ഞാൻ കോൺഗ്രസിന്റെ എനിക്ക് എല്ലാ സ്ഥാനവും തന്നൊരു പാർട്ടിയാണ്. പക്ഷേ യുവാക്കള് ഇറക്കിയിരുന്നാലും ആരിറക്കിയിരുന്നാലും കോൺഗ്രസിനകത്ത് ഉന്നതരിക്കുന്ന നേതാക്കന്മാർ KC വേണുഗോപാൽ അങ്ങോട്ടിരിക്കുന്ന നേതാക്കന്മാരില് ഹൈക്കമാൻഡിലുള്ള KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ രൂപം കൊടുത്താൽ ഇപ്പോ നമ്മള് നിലമ്പൂർ നടന്ന ഇലക്ഷനിൽ ഒരുമയോടുകൂടി അതുപോലെ ഒരുമിച്ച് പോയാൽ തീർച്ചയായും കോൺഗ്രസിന് ഇവിടെ ഭരണം കിട്ടും. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു സീറ്റ് പോലും ഇവിടെ കൊടുക്കൂല. BJPക്ക് ജയിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്താൽ ഇവിടെ വീണ്ടും ജയിക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. ആലോചിച്ച് വേണം വോട്ട് ചെയ്യേണ്ടത്. ഞാൻ നിലമ്പൂര് പറഞ്ഞത് ആലോചിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ BJP പിടിക്കുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ വികസനം ആവശ്യം, ദാരിദ്ര്യം തുടച്ചു മാറ്റണം, വിദ്യാഭ്യാസം കിട്ടണം, ജനങ്ങൾക്ക് മനസ്സമാനം കിട്ടണം എന്നൊക്കെ മനസ്സിലാക്കി 500 ജോലി ചെയ്താൽ 50 കാശ് മിച്ചം കിട്ടണം എന്നൊരു പാർട്ടി CPM ഉണ്ടായിരുന്നു സാറേ. ആ CPM ഇപ്പൊ നമുക്കിവിടെ ഇല്ല. CPM കുറ്റം നല്ല 1ാം ഘട്ട ഗവൺമെന്റ് നല്ലതായിരുന്നു, 2ാം ഘട്ട ഗവൺമെന്റ് എന്തായി, നമുക്ക് എന്തായിരിക്കും സാറേ, നമുക്കെല്ലാം ആലോചിക്കേണ്ടതുള്ളൂ. പക്ഷേ KC വേണുഗോപാലിന് ഈ കേരള രാഷ്ട്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ മത്സരിച്ചാൽ 90-ഉം 88 സീറ്റിനും ഉറപ്പായിട്ട് കിട്ടിയും അത് ഒരു സംശയം വേണ്ട. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷിനോയാണ് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു യുവനിരയെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയെ സംബന്ധിച്ചും പുതിയൊരു ഊർജ്ജം നൽകുന്ന ഒന്നല്ലേ? അതൊരു പോസിറ്റീവായ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായി തന്നെയല്ലേ കണക്കാക്കേണ്ടത്? സാറ് വളരെ വളരെ എന്താ പറയാ, സ്വാഗതാർഹമായ തീരുമാനമാണിത്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ കോൺഗ്രസ് ഇത്രയും മുന്നേ ഇനി ഇലക്ഷൻ തുടങ്ങാൻ ഒരു 7-8 മാസമുണ്ട്. അതിനു മുമ്പേ CPM-ന് മുമ്പും BJPക്ക് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക യുവാക്കളുടെ പ്രധാനപ്പെട്ട പേരുകൾ. അതെ 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 ഇത് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യം ഒരാളെ പ്രഖ്യാപിക്കും, പിന്നീട് വഴക്കാവും, അടുത്ത ഗ്രൂപ്പുകാരാകും, അങ്ങനെയൊക്കെ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ മാറ്റി വേറെ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിക്കുന്ന പതിവ് കോൺഗ്രസിലുണ്ടായിരുന്നു. സാറേ, ഇത് നല്ലൊരു ശുഭസൂചനയാണ്. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഈ 30 ഇടത്തും കോൺഗ്രസ് തോറ്റ സ്ഥലങ്ങളാണ്. അത് ആലോചിക്കണം. ഈ 30-ല് ഏകദേശം ഒരു പകുതി, ഒരു 20 സീറ്റെങ്കിലും ജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഭരണം കിട്ടും. അപ്പൊ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, യുവാക്കളുടെ നിര എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കോൺഗ്രസിനകത്താണ് ഏറ്റവും നല്ലത്. ഇപ്പൊ CPM-ന്റെ എടുത്താലും BJP-യുടെ എടുത്താലും ഒക്കെ ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്നത് യുവാക്കളില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ്. അപ്പൊ 70-കളിലുള്ള AK ആന്റണി സാറിന്റെയും ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഓർമ്മിക്കുന്ന അന്നത്തെ യുവ നിരയുണ്ടല്ലോ, അതുപോലെ ഉള്ള ഒരു ചെറുപ്പക്കാരുടെ നിര കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോൺഗ്രസില്. ഇപ്പൊ നടന്ന നിലമ്പൂർ ഇലക്ഷൻ പോലും അതിന്റെ ആ ഒരു ഒത്തൊരുമയോട് വിജയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ
90 സീറ്റോട് കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരും, ഉറപ്പാണ്. ശരി, ബി ജെ പിയെ ജയിപ്പിച്ചാലും അത് CPM-നാണ് ഗുണം ചെയ്യുന്നത്. ശരി. അപ്പൊ അതുകൊണ്ട് വോട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. കോൺഗ്രസ് ഷാലി അബൂബക്കറാണ് ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ഷാലി അബൂബക്കർ, ഏതു പാർട്ടിയായാലും എപ്പോഴും യുവാക്കൾ വരണം, പുതുരക്തം വരണം, പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ വരണം. അവർ കൂടി ചേർന്നാലേ, അല്ലെങ്കിൽ അവർക്കൊരു നല്ല മേൽക്കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പാർട്ടിയിലായാലും അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയൂ. കോൺഗ്രസും അത്തരം ഒരു പാതയിലേക്കാണോ? അതെ, അത് ശരിയാണ്. യുവ നേതാക്കന്മാർ വരുന്നത് വളരെ പ്രോത്സാഹനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് അണികളെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു വ്യക്തത ഇല്ല. അണികളായിട്ടുള്ള യുവാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരെങ്ങനെ പാർട്ടിയിലേക്ക് നയിക്കാം എന്നുള്ള ചിന്തകളൊന്നും ഇവരാർക്കും ഇല്ല. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. 2006 മുതലുള്ള ഇലക്ഷൻ നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വേറെ ഒരു രീതിയിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു, ഇലക്ഷൻ സംവിധാനങ്ങൾ. കാരണം 50 നിയമസഭാ മണ്ഡലങ്ങൾ, 40-45 നിയമസഭാ മണ്ഡലങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് ഭരണം അങ്ങോട്ട് മാറലും ഇങ്ങോട്ട് മാറലൊക്കെ ആയിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ BJP-യുടെ വോട്ട് ശതമാനം 5% നിന്ന് 15%, 14%, 16%ത്തിലേക്ക് ഉയർന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു വലിയൊരു വിഭാഗം BJP-യിലേക്ക് പോവുകയും പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം വരികയും ചെയ്തു. ഇപ്പൊ തന്നെ പാർട്ടിക്ക് ഇപ്പോൾ CPM-ന് 99 സീറ്റുകളുണ്ട്, 98 സീറ്റുകൾ. ഇതിൽ 16 സീറ്റുകളിൽ 5000-ന്റെ ഉള്ളിലുള്ള ഭൂരിപക്ഷമാണ്. ഈ 13 സീറ്റ് തന്നെ കോൺഗ്രസിന് കിട്ടിയാലും പിന്നെയും കിടക്കുന്ന വലിയൊരു കടമ്പ. ഇതിന് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. CPM-ന്റെ ഒരു ഭരണ നേട്ടം കൊണ്ടല്ല പറയുന്ന, ഭരണ നേട്ടം ശ്രീ ലജീബാണ് കാലിക്കട്ടിൽ നിന്നാണ്. ശ്രീ ലജീബ്, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ആലോചന നടത്തുന്നതിനെ കാണുന്നത്? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു യുവാക്കളെ അണിനിരത്തിയാൽ ഒരു മണ്ഡലമൊക്കെ ജയസാധ്യതയുള്ള അല്ലെങ്കിൽ നേരത്തെ പരാജയപ്പെട്ട മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? വെരി ഫൈൻ ഐഡിയ. പിന്നെ സാറേ, പിന്നെ ഇന്ദിരാഗാന്ധി, മഹാത്മാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ധീരവനിത ഇന്ദിരാഗാന്ധി, അവരുടെ ചെറുമക്കളാണ് ഇപ്പോ പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നല്ല ഐശ്വര്യമുള്ള 1000 സൂര്യൻ ഉച്ച വരുന്ന പോലത്തെ ഒരു സ്ത്രീയല്ല. അവര് പറഞ്ഞിട്ടില്ലേ അന്ന്, വയനാട്ടിൽ എൻ്റെ കുടുംബം ഞാൻ എല്ലാം ചെയ്തു തരും, എൻ്റെ സമ്പാദ്യത്തിലെല്ലാം ഞാൻ ചെയ്തു തരും. അങ്ങനെയുള്ളൊരു ഗുണം, ജനങ്ങൾക്കൊരു ഗുണപ്രദമാകുന്ന ഒരു പാർട്ടി നല്ല. ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, വേറെ ഇന്നൊന്നുമല്ല, ഞാൻ വ്യക്തിക്കാ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ ആ ഒരു രീതിയിൽ യൂണിറ്റി സ്ട്രെങ്ത്തിൽ കോൺഗ്രസ് അങ്ങ് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ദേശീയത്തിലും കിട്ടും, പിന്നെ ഈ കേരള സ്റ്റേറ്റിലും കിട്ടും. അത് നല്ലൊരു ഒരു പ്രതീക്ഷയാണ്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. യുവാക്കൾ മുന്നോട്ട് മുന്നേറട്ടെ എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ സർവൈവൽ ഓഫ് കോൺഗ്രസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നു. സ്വാഭാവികമായും ജനാധിപത്യത്തിന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കിരൺ സാർ നമസ്കാരം. സുനിൽകുമാർ, ഷിജു കിരിയത്താണ്. ബാംഗ്ലൂർ യൂട്യൂബ് പറയുന്നു, കിരൺ ആയതിനാൽ 1 സൈഡഡ് ചർച്ചയായിരിക്കും, റഫറി തന്നെ ഗോൾ അടിക്കുന്ന പരിപാടിയായതിനാൽ നമ്മൾ അഭിപ്രായം പറയുന്നില്ല എന്ന്. ബാംഗ്ലൂർ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഒരാളേതോ വ്യാജ പേരുകളിൽ നിന്ന് നിരന്തരമായി ഈ കാര്യങ്ങൾ അയാളുടെ ഏകപക്ഷീയമായ ചില മതവർഗീയ താല്പര്യങ്ങൾ വെച്ച് എഴുതാറുണ്ട്. അതിന് തിരുമ്പ് മറുപടി പറയാറുമുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ പറയും. താങ്കൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയും. ഇങ്ങനെ പേര് വെച്ച് മറച്ചു വെച്ചിരുന്ന് പറയേണ്ട കാര്യമില്ല. താങ്കളുടെ കമൻ്റ് അടക്കം വായിക്കുന്നതും സമാനമായ രീതിയിൽ ആരെങ്കിലും കമൻ്റ് അടിക്കുന്നെങ്കിൽ അവർക്ക് കൂടിയുള്ള മറുപടി എന്ന നിലയ്ക്ക് കൂടി തന്നെയാണ് ശ്രീ ബാംഗ്ലൂർ യൂട്യൂബ്. എന്തായാലും അയാളുടെ പേരെന്തായാലും സ്വന്തമായി പറയുന്നതിന് എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമസ്കാരം. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നാണെന്ന് വിളിക്കുന്ന BJP-ക്കാരും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും സുൽകുമാർ, സന്ദീപ് വാര്യർ മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയിലായിരുന്നു മുമ്പ് എന്ന് പറഞ്ഞത് ശരിയല്ല. എല്ലാ മതക്കാരുമുള്ള BJP ആണോ താങ്കൾക്ക് മതപ്പാർട്ടി എന്ന്? BJP മതപ്പാർട്ടിയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും മറ്റൊരു വിഷയത്തെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് മതപ്പാർട്ടിയാണെന്ന് ചിലതൊന്നും അല്ല, പക്ഷേ മതവുമായി ബന്ധം അതിനുണ്ട്. BJP-ക്ക് ഏത് മതവുമായിട്ടാണ് ബന്ധമുള്ളതെന്നും ലീഗിന് ഏത് മതവുമായിട്ട് ബന്ധമുള്ളതെന്നും സാധാരണ ഏത് മനുഷ്യർക്കും അറിയാം. അതിൻ്റെ അർത്ഥം അവരെ മതപ്പാർട്ടി എന്ന് വിളിച്ചു എന്നല്ല. അങ്ങനെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പാർട്ടിക്കൊക്കെ പ്രാധാന്യമുള്ളത്. അത് ആ പാർട്ടിയിൽ വേറെ അംഗങ്ങളുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ വേറെ നേതാക്കളുണ്ട് എന്ന് കരുതി ആ പാർട്ടിയെക്കുറിച്ച് ഓരോ പാർട്ടിയെക്കുറിച്ചും ജനങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് അത് മാറുന്നില്ലല്ലോ.
രഘുനന്ദൻ, ആരെ നിർത്തിയാലും പാർട്ടിയുടെ നയമാണ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ വിജയം. സാധാരണ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് രഘുനന്ദനൻ തിരുവില്ലാമരമാണ് പറയുന്നത്. സ്വപ്നം കാണാനും നാവുകൊണ്ട് പറയാനും തഹസിൽദാരുടെ പെർമിറ്റ് വേണോ എന്ന് മോഹൻ ES ചോദിക്കുന്നുണ്ട്. ജയൻ ചേട്ടാ, കോൺഗ്രസ് ജയിക്കണം അവിടെ എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് കോൺഗ്രസിൻ്റെ മതേതരം എല്ലാവരും കാണുന്നു എന്ന് സുനിൽകുമാർ പറയുന്നു. അത് എനിക്ക് തോന്നുന്നു സുനിൽകുമാർ കളിയാക്കി പറഞ്ഞതാണ് എന്നാണ് തോന്നുന്നത്. ഷിഹാബ് AC നല്ല തീരുമാനം എന്ന് കോൺഗ്രസിൻ്റെ അത്തരമൊരു നീക്കത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. കൃഷ്ണയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കൃഷ്ണ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഇടതുപക്ഷം ജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. എങ്ങനെയാണ്? ഇപ്പൊ തന്നെ രാഹുൽ മാമൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസിന്റെ യുവ നേതാക്കളല്ലേ. എങ്ങനെയാണ്? വ്യക്തമായില്ല. കോൺഗ്രസിന്റെ യുവ നേതാക്കളല്ലേ രാഹുൽ മാമൂദ്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. ശരി, ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ യുവാക്കളെ ഇറക്കുന്ന ഒരു പരീക്ഷണം, യുവനിരയെ ഇറക്കി ഈ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്നൊരു ആലോചന, അത് കോൺഗ്രസ് അത് നടപ്പാക്കിയാൽ എത്രത്തോളം വിജയകരമായിരിക്കും? കിരൺ, നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ഒരു സെക്കൻഡ് പറയുള്ളൂ കേട്ടോ. അതിപ്പോ നമ്മളിപ്പോ ഇതിൽ അവതരിപ്പിച്ചു നമ്മുടെ അഖിൽ P ധർമ്മജനെ, അത് ശരണ്യ, എൻ്റെ ഈശ്വര. ഞാനും ചെറിയ തോതിലൊക്കെ മനോരമ വീക്കിലത് എഴുതിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ എഴുതുന്നൊന്നുമില്ല. എഴുത്ത് വെച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാണ്. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഒരു നാട്ടും പുറത്ത് ഒരു ഇന്റർവ്യൂ ആയിട്ടില്ല തോന്നിയത്. ഒരു ജീവിത ഗന്ധിയായ ഒരു അവതരണം എങ്ങനെ ഞാൻ ഇതുവരെ ഒരു ചാനലിലും കണ്ടിട്ടില്ല. ഞാൻ പോളിസി പറയല്ല, ഞാൻ എന്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ അത് എന്നെ ഓരോ സെക്കൻഡ് പോലും വിടാതെ കണ്ടുകൊണ്ടിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് അവർ രണ്ടുപേരും സംസാരിച്ചത്. അവർ കുടുംബത്തിനെ കൊണ്ട് അവതരിപ്പിച്ചു. ഇതൊന്നും ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഇന്നൊരു ചാനലിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതൊരു യാന്ത്രികമായിട്ട് ഇങ്ങനെ അച്ചടി ഭാഷകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, സാധാരണ ഒരു കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന പോലെ ഗംഭീരമാക്കി. മറ്റേ അവിടെ റാം കെയർ ഓഫ് ആനന്ദിയേക്കാൾ ഗംഭീരമായി ഇപ്പൊ ഈ അവതരണം. എന്തായാലും താങ്കളുടെ ഈ നല്ല വാക്കുകൾക്ക് നന്ദി. ശരണ്യെ പൂർണ്ണമായും ഈ താങ്കളുടെ നല്ല വാക്കുകൾ നമുക്ക് അറിയിക്കുകയും ചെയ്യാം. ഇനി കാര്യം പറയട്ടെ. ഞാൻ മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ കോൺഗ്രസും ഇല്ല, കമ്മ്യൂണിസ്റ്റും ഇല്ല, BJP ഒന്നുമില്ല. ഞാൻ സ്വസ്ഥ ജീവിതമാണ്. അപ്പൊ എനിക്ക് വെറുത്തിട്ടാ കേട്ടോ. അപ്പൊ അന്ന് കാലങ്ങളിലൊക്കെ ഞങ്ങൾ താഴേക്കടയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കും. പോസ്റ്റർ ഒട്ടിക്കാനും കയ്യിൽ നിന്നും ഇതൊക്കെ എടുത്ത് അന്ന് ജോലിയൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ കയ്യിൽ കാശൊന്നും ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ ഒട്ടിച്ചുണ്ടാക്കും. പശ പോലും അവർ വാങ്ങി തരില്ല. ഇവര് വലിയ കിഴവന്മാര് മാത്രം. കിഴവന്മാര് സംഘടന പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിന് ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മത്സരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാരാ. നമ്മളെ പോലെ ഒരു ഇതില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇപ്പോഴും വരാൻ പോണത്. അപ്പൊ ഇപ്പോഴും എന്ത് ചെറുപ്പക്കാർ വന്നാലും കുറെ തോറ്റ് പരിചയമുള്ള ചെറുപ്പക്കാരാണ് ഈ അവതരിപ്പിച്ചിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കാല് പിടിച്ച് വാരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഇപ്പൊ CPM ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷം ഒന്നും വേണ്ട, ഇവരെന്നെ തോൽപ്പിച്ചുവിടുവരൊക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഈ യുവാക്കളെ അണിനിരത്തിയാൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാവുമോ? സാർ, ഇതൊരു നല്ല ലക്ഷ്യമാണ്. ഇവരിലൂടെ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് കരകയറാൻ പറ്റിയില്ലെങ്കിൽ ഇനിയൊരു കരകയറ്റം പ്രതീക്ഷിക്കേണ്ട സാറേ. അതായാലും മുതിർന്നവരും മധ്യവയസ്കരുമായിട്ടുള്ള ആൾക്കാർ മാറി നിന്നുകൊണ്ട് യുവജനങ്ങളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും ഇപ്പം മുതിർന്നവർ ചെയ്തു കൊടുത്തേക്കാണ്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സാർ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, എങ്ങനെയാണ് ഈ തൃശ്ശൂരിലൊക്കെ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കോൺഗ്രസ് ആലോചിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാറേ. ഞാൻ തൃശ്ശൂരിന്റെ കാര്യം തന്നെ പറയാനായിട്ട് തന്നെ ഉദ്ദേശിച്ചത്. സാറ് ചോദിച്ചാൽ ഒന്നുകൂടിയും പറയാം. തൃശ്ശൂരില് നമ്മുടെ ജോസ് വള്ളൂര് ചെറുപ്പക്കാരായ കുറെ പേരുണ്ട് ഞങ്ങളുടെ അവിടെ. ജോസ് വള്ളൂര്, അനിൽ അക്കര, TN പ്രതാപൻ, പിന്നെ മറ്റേ CP ജോണിന് ഇപ്രാവശ്യം മലപ്പുറത്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടൊരു സീറ്റ് കൊടുത്തിട്ട് വിജയിപ്പിക്കണമെന്ന് അത് ഇപ്രാവശ്യം ഇല്ലാന്ന് തോന്നുന്നു. കാരണം കുന്നംകുളത്ത് സോയ ജോസഫിന്റെ പേരാണ് എഴുതി കാണിക്കുന്നത്. ഈ സോയ ജോസഫ് എന്ന് പറഞ്ഞ മാഡം സ്വരാജ് നിലമ്പൂര് മത്സരിക്കാൻ വന്നപ്പോ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അവിടുന്ന് ട്രെയിനില്ലാന്ന് തോന്നുന്നു. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ ട്രെയിൻ ഉണ്ട്. അവിടുന്ന് കുന്നംകുളത്തേക്ക് ബസ്സിന് വരാൻ തോന്നുന്നു. എനിക്ക് അതാ തോന്നുന്നത്. അതുപോലെ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ തൃശ്ശൂർ മത്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ BJPക്കാർക്ക് എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ടാവും. എന്തായാലും സന്ദീപ് വാര്യരെ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചു വിടണമെന്നുള്ള ആത്മാർത്ഥമായൊരു സ്നേഹം അദ്ദേഹത്തോട് ഇവരുണ്ടാവും. കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുകയാണെങ്കിൽ തങ്ങന്മാരുടെ
കാല് പിടിക്കാൻ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സന്ദീപുകാർക്ക്. മറ്റേ ഗുരുവായൂർ നിയോജകമണ്ഡലമാണെങ്കിൽ ഓക്കെ, അത് ചെയ്യാമായിരുന്നു. ഈ തങ്ങളുടെ കുടുംബം അവിടെ പോയിട്ട് കാല് പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ സന്ദീപുകാരോട് പറയാനുള്ളത്, തൃശ്ശൂർ വരുമ്പോ മാരാർ റോഡിൽ നിന്ന് അദ്ദേഹം ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. അതുമാതിരി ഓടാണ്ടിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ സാർ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ യുവാക്കളെ ഇറക്കി ഭരണം പിടിക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യത്തെ കാണുന്നത്? ഈ തങ്ങളെ കാല് പിടിക്കാൻ പോയെന്നല്ല, ഒരു UDF ഒരു കോൺഗ്രസിലേക്ക് വരികയും UDF സംഭാവനയും ചെയ്തപ്പോൾ അല്ല, അതിനെ അങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെ കാല് പിടിക്കാൻ പോയാൽ ഒരു UDF കോൺഗ്രസ് എത്തുമ്പോൾ സ്വാഭാവികമായും ലീഗിലെ ഒരു നേതാവിനെ, പ്രധാന നേതാവിനെ പോയി കാണുക എന്നുള്ള ഒരു മര്യാദ കൂടിയല്ലേ? ഒരു മര്യാദയാണ് അത്. കാല് പിടിക്കാൻ പോകുന്നതെന്നല്ല. അങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഇവര് ക്രിസ്ത്യൻസിന്റെ അടുത്ത് ഈ BJP-ക്കാരെല്ലാം ഒരാൾ ഈ ഓരോരുത്തർ അവരവരുടെ ശൈലിയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരു അവമാനകരമായ പോസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് കാര്യമായിട്ട് അല്ല സാർ, എപ്പം പറഞ്ഞാലും ഞാനൊരു ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ എപ്പം പറഞ്ഞാലും ഈ മുസ്ലിം മതത്തിന്റെ മേലിൽ കയറി ചാടിക്കയറേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയാത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയാം, ഇന്ന് നമ്മളെ AK ബാലൻ എഴുതിയ ലേഖനം എന്താണ്? യേശു ക്രിസ്തുവിനോട് ഉപമിച്ച് സ്വരാജിനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യേശു ക്രിസ്തുവിനോട് ഉപമിക്കുകയാണ് സ്വരാജിനെ. യേശു ക്രിസ്തു പാവങ്ങളെ തേടിയല്ല വന്ന, പാവികളെ തേടിയാണ്. ബൈബിളും കൂടെ ഒന്ന് പഠിക്കണം AK ബാലൻ. അപ്പൊ ഈ യുവാക്കളെ സാന്നിധ്യം കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാല് കോൺഗ്രസിന് ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്നും ഒരു വാർദ്ധക്യം പിടിച്ചവരെന്നെ ഈ സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഇത് വരുമ്പം ജനങ്ങൾ മടുത്തു പോകും. പിന്നെ ഈ മേജർ കേണൽ ഇതൊക്കെ ക്യാപ്റ്റൻ ആ രീതിയിലൊക്കെ നിർത്തണം. കാരണം കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് അടുത്തൊരു സർക്കാർ വരണം. അല്ലാണ്ട് ഇവരെ ഈ മേജറും ക്യാപ്റ്റനൊക്കെ വിളി കഴിഞ്ഞാൽ നമ്മളത് കേട്ട് മടുത്തതാണ്, നമ്മൾ വെറുത്തതാണ്. പിണറായി വിജയനെയൊക്കെ ഇതിൽ വരുമ്പം നമ്മൾ ഈ കോൺഗ്രസ്സുകാരനെ കുറ്റം പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ ഇതൊന്നും പാടില്ല എന്ന് എന്റെ അഭിപ്രായം. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ആഹ്ലാദമാക്കി മാറ്റി, അഹങ്കാരമാക്കി മാറ്റി കഴിഞ്ഞാൽ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിനെക്കാട്ടിലും അധപ്പതനായിരിക്കും വരുന്നത്. അത് ഓർക്കോ കോൺഗ്രസ്സുകാർ. ശരി, എന്തായാലും ശ്രീ സന്തോഷിന്റെ വാക്കുകൾ കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന മട്ടിൽ കൂടിയാണ് അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ശ്രീ കിഷോറാണ് ആലുവയിൽ നിന്നും. ശ്രീ കിഷോർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ യുവാക്കളെ ഇറക്കിയുള്ള ഒരു പരീക്ഷണം, എപ്പോഴും യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നത് ഏത് പാർട്ടിയെ സംബന്ധിച്ചാലും വളരെ പോസിറ്റീവായ ഒരു തീരുമാനമല്ലേ? 2026 കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരും. യുവാക്കളുടെ നിര എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ അറിയില്ല. ജിൻഡോ ജോൺ, അതേപോലെ VS ജോയി, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി വേറൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യുവനിര കോൺഗ്രസിനുണ്ട്. അതൊരു ശക്തമായ ഒരു അടിത്തറയാണ് കോൺഗ്രസിന്റെ. അതുകൊണ്ട് കോൺഗ്രസ് 2026 ശക്തമായിട്ട് തിരിച്ചു വരും. യുവാക്കളുടെ ഒരു നല്ല നിര നമുക്ക് നിയമസഭയിൽ കാണാൻ പറ്റും. ശരി, ശ്രീ ഹാമിൽ റാഫേലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ഹാമിൽ റാഫേൽ, താങ്കൾക്ക് പറയാം. സാറേ, എന്റെ ഇത് കട്ട് ചെയ്ത് കളയരുത്. നമ്മളെ കോൺഗ്രസിലെ യുവാക്കളുടെ ഇത് പറയുമ്പോഴത്തേക്ക് ആദ്യം കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇന്ദിരാഗാന്ധി, നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസിലെ സകല കടൽക്കിഴവന്മാരും ഉറഞ്ഞു തുള്ളി. പക്ഷേ ഇവിടെ AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് AK ആന്റണിയുടെ നേതൃത്വത്തിൽ, മഞ്ചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു വിമത ശബ്ദവുമായി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടതുമുന്നണിയുമായി ചേർന്ന് മത്സരിച്ചു. എന്നാൽ അതിനു മുമ്പ് ഈ AK ആന്റണിയുടെയൊക്കെ നേതൃത്വത്തിലാണ് 1959 ഇവിടെ യുവാക്കളുടെ കോൺഗ്രസിന്റെ യുവനിര എന്ന് ആദർശധീര കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു യുവനിര ഇവിടെ വിമോചന സമരം ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ജനാധിപത്യത്തിന്റെ വിരുദ്ധത നടത്തിയത്. അതുപോലെ ഇപ്പോഴും കോൺഗ്രസിന്റെ യുവനിര അതിനുശേഷം കോൺഗ്രസിന്റെ ചരിത്രം നോക്കുക. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും യുവാവായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ന് രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസിന്റെ തായ്വേര് ഇളകി എന്നുള്ളതാണ്. അടിത്തറ തന്നെ ഇളകിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത ഇവിടെ കുറെ കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യുവ നേതൃത്വം ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾ പിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ പിരിച്ച പണം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല.
അതുപോലെ ചുമ്മാ ഓരോ ആരോപണങ്ങൾ അങ്ങനെ ശ്രീ ഹാമിൽ ഇന്നത്തെ പഠന ശിബിരത്തിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ എവിടെ എങ്ങനെയാ നമ്മളൊരു ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും, ബാക്കി താങ്കൾ പറഞ്ഞതിനൊക്കെ കറക്റ്റ്. പക്ഷേ അത് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അതാണെങ്കിൽ അത് പറയാം, അല്ല ചുമ്മാ വെറുതെ അത് പണി ചേട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല. ഇന്ന് ആലപ്പുഴ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പഠന ശിബിരത്തിൽ ആ വിമർശനം ഉയർന്നു വന്നല്ലോ. അങ്ങനെയൊക്കെ പഠന ശിബിരത്തിലൊക്കെ വിമർശനമൊക്കെ അങ്ങനെ ഒരു കേസോ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പല പാർട്ടികളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കില്ല. അപ്പൊ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ അതിനൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. യൂത്ത് കോൺഗ്രസിന്റെ യുവനിരയൊക്കെ ഒന്നും ഉയർന്നു വന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് കേരളത്തിലെ നില കോൺഗ്രസ് ഇന്ത്യയിൽ ഒരിടത്ത് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവിടത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ രാജ്യത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നൊക്കെ എങ്ങനെയാണ്, ഏത് പാർട്ടിയെ കുറിച്ചാണ് അങ്ങനെയൊക്കെ പറയാൻ കഴിയുക? അതെങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ഒരു പാർട്ടി തോൽക്കുന്നു ജയിക്കുന്ന ഒരിടത്തും രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നത് ശാപവാക്കൾ പോലെയാണ്? അങ്ങനെയല്ലല്ലോ. ഏത് പാർട്ടിക്കായാലും അതിന് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും പലയിടത്ത് തോക്കുന്നിടത്ത് തിരിച്ചു വരും. ചിലപ്പോൾ വല്ലാതെ ദുർബലമായി പോകും, ചിലപ്പോൾ മടങ്ങി വരും, ചിലപ്പോൾ മടങ്ങി വരാതിരിക്കും. അതൊക്കെ ഉണ്ടാവും. അല്ലാതെ നമുക്കിനി ഒരിക്കലും ഒരു പാർട്ടി ആ പാർട്ടി വരെയില്ല, അല്ലെങ്കിൽ ഈ പാർട്ടി മാത്രമേ എല്ലാ കാലവും ഭരിക്കൂ, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇല്ല, ആദർശ ധീരത ഈ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവനിരയിൽ എത്ര ആദർശ ധീരന്മാരല്ലേ? കോൺഗ്രസിന്റെ യുവനിരയിലൊക്കെ നല്ലവണ്ണം നല്ല നേതാക്കൾ, ഒരുപാട് ചെറുപ്പക്കാർ, നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാർ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിനായാലും സി പി എമ്മിനായാലും അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ നിര തന്നെ, നല്ലൊരു നേതാക്കളുടെ നിര തന്നെ ഉണ്ട്. അതിനകത്തൊന്നും സംശയം. ഷാഫി പറമ്പിൽ എന്താ കുഴപ്പം? ഷാഫി പറമ്പിൽ മാത്രമല്ല, എത്രയോ പേര് യുവാക്കളുണ്ട്. അതൊന്നും അങ്ങനെ അവർ ആരും നല്ല ചെറുപ്പക്കാർ, ഉശിരുള്ള ചെറുപ്പക്കാർ, നന്നായി നയിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ കോൺഗ്രസിലായാലും സി പി എമ്മിലായാലും രണ്ടു പക്ഷത്തും നന്നായി തന്നെ ഉണ്ട്. നിയമസഭയിലൊക്കെ രണ്ടു ഭാഗത്തും ചെറുപ്പക്കാർ നന്നായി സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ? അടക്കമുള്ള യുവ നേതൃത്വം കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തെ ഇല്ലാതാക്കാനും എല്ലാ മുതിർന്ന നേതാക്കൾ എല്ലാ കാലവും മുതിർന്ന നേതാക്കൾ മാത്രം ഇരുന്നാൽ മതി. അത് ഏത് പാർട്ടിയിലല്ലേ അങ്ങനെയല്ലേ? ഈ തവണ LDF സർക്കാർ വന്നപ്പോൾ എത്രയോ സീനിയറായ MLA-മാരുണ്ടായിരുന്നു. അവരെല്ലാം മാറ്റിയിട്ട് പുതുമുഖങ്ങൾക്കല്ലേ മന്ത്രിസ്ഥാനം കൊടുത്തത്. അതെന്താ അങ്ങനെ ചെയ്തത്? അതൊരു പോസിറ്റീവാ പരീക്ഷ. ഏത് പാർട്ടി ചെയ്താലും അത് പോസിറ്റീവ് അല്ലേ? അപ്പൊ അതിനെല്ലാം ഇഷ്ടമില്ലാത്ത പാർട്ടി ചെയ്യുമ്പോൾ അത് മോശമാണെന്നും ഇഷ്ടമുള്ള പാർട്ടി ചെയ്യുമ്പോൾ നന്നാകുന്നല്ല പറഞ്ഞാൽ. ഏതായാലും അങ്ങനെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു. പൂർണ്ണമായി എല്ലാവരും ഒഴിവാക്കുന്നില്ലല്ലോ. പുതിയ ആളുകൾക്ക് തോറ്റ സീറ്റുകളിൽ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു പരീക്ഷണം മുതിർന്ന നേതാക്കന്മാരെ മാറ്റി യുവ നേതാക്കന്മാരെ നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് തോൽക്കും. ഇടതുപക്ഷം ഒരു പരീക്ഷ കോൺഗ്രസിന് പരീക്ഷിക്കാനാകില്ല. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസ് അത്തരം ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുമ്പോൾ അതിനെ വിലയിരുത്തുന്നത്? അല്ല, അത് നല്ല തന്നെയാണ് കിരൺ ബാബു. ഞാൻ മുമ്പൊന്ന് പറയട്ടെ, നമ്മളെ കുറച്ച് മുമ്പ് നമ്മൾ പറയുന്ന വാക്ക് പറയുമ്പോൾ ഒരു വ്യക്തതയും സത്യസന്ധതയും പോലെ നമ്മുടെ ഈ ആലത്തൂരിൽ നിൽക്കുന്ന ആ ചേട്ടൻ മോഹൻദാസിനോട് ചേട്ടനും നമ്മുടെ ജയകുമാർ ചേട്ടനും പറഞ്ഞായിരുന്നു ദാസൻ മാപ്പ് പറയില്ലെന്നുണ്ട്. അപ്പൊ ഞാൻ അന്നത്തെ ആ നിലമ്പൂർ പ്രശ്നത്തില് ദാസൻ മാപ്പ് പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ മാപ്പ് പറഞ്ഞേക്കാം. അതൊന്നും കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും നമ്മൾ മാപ്പ് പറയണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഇതിൽ തന്നെ വിളിച്ച അഭിപ്രായം പറയുന്ന CPM-മാർക്കും ചില കോൺഗ്രസ്സുകാർക്കും ഒക്കെ അറിയാം ഞങ്ങൾ പറയുന്നത് ശരിയല്ല, എങ്കിൽ തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കും. അതൊക്കെ അല്ലാതെ പാർട്ടി ഇല്ലാത്തവരല്ലാതെ പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും. അതൊന്നും കാര്യമില്ല. അല്ല, ഞാൻ കിരൺ ബാബു ആദ്യം പറഞ്ഞ ഭിത്തി എഴുതി വെച്ചോ 25,000 കോടി ആചാരകുത്തി ജയിക്കുന്ന പറഞ്ഞത്. പക്ഷെ പിന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചപ്പോ കാന്തപുരം ചില അഭിപ്രായം പറഞ്ഞപ്പോ എനിക്ക് തോന്നി മുസ്ലിം വോട്ട് ഇങ്ങോട്ട് വരുന്നില്ല. മുസ്ലിങ്ങളോട് മാപ്പ് പറയാമെന്നത് സ്വരാജോട് മാപ്പ് പറയാൻ ബാക്കി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് യൂട്യൂബ് നോക്കി കാണാം. അത് പോട്ടെ, അത് വിട്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് മുസ്ലിം സമുദായം ഈ LDF-നെ കൈവിട്ട് കഴിഞ്ഞു. കാരണം 2 തവണയും ജയിച്ചത് ഈ മുസ്ലിം സമുദായത്തിലെ വോട്ട് കൊണ്ടാണ്. ഈ വെള്ളാപ്പള്ളി നടേശപ്പെട്ട ആൾക്കാരെ പിന്തുണക്കുന്നതോട് കൂടിയിട്ട് ഇപ്പൊ മുസ്ലിങ്ങളെ തീർത്ത് ഇവരെ ഒഴിവായിക്കളെ. അല്ലെ സ്വരാജിപ്പം ജയിക്കേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി പിന്നെ രാഹുൽ മാങ്കൂട്ടം കുറച്ചും കൂടെ പക്വത വേണം. അയാൾ ഈ തോക്ക് കയറി വെടിവെക്കുന്ന ചില പരിപാടിയുണ്ട്. അത് നിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നേതാവിന് അയാള് കോൺഗ്രസിന് ഇനി അടുത്ത കാലം കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും തോന്നുന്നത്. അല്ലെ ഇപ്പൊ ഇവിടെ വലിയ പ്രയാസം എടുക്കും. ഇവരെ ഈ വാചകടി മാത്രമേ ഉള്ളൂ 2 വർഷത്തിന്റെ, വെറും വാചകം മാത്രം. വലിയ ബുദ്ധിമുട്ടായത്. ബിനോയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കളുടെ പാർട്ടിയിൽ ചെറുപ്പക്കാരുടെ ഒരു നിരയെ അവതരിപ്പിച്ചുകൊണ്ട് വിജയം നേടുക എന്നൊരു നീക്കം നടക്കുന്നു. അങ്ങനെ ഒരു നീക്കം നടക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം, പറഞ്ഞോളൂ. വളരെ നല്ലൊരു തീരുമാനമാണ്. നിങ്ങൾ രാവിലെ തന്നെ ഡാൻ കുര്യന്റെ റിപ്പോർട്ട് ഞാൻ മൊത്തം കണ്ടായിരുന്നു. 14 മിനിറ്റോളം അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. വളരെ നല്ല റിപ്പോർട്ട് മാത്രമല്ല, AICC-യുടെ ആ സർവേ തന്നെ സത്യത്തിൽ കേരളത്തിലെ വോട്ടർമാർക്കും പുതിയ വോട്ടർമാർക്കും ഒക്കെ ഒരു നല്ല ഒരു
പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ന്യൂസ് 18 ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. കാരണം ഞാൻ അപ്പൊ തന്നെ മിക്ക ചാനലുകളും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അവരാരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതാര് റിപ്പോർട്ട് ചെയ്താലും പ്രത്യേക ഒരു അഭിനന്ദനം ഡാൻ കുര്യന് കൊടുക്കുക. കാരണം ആ റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു ശൈലിയും രീതിയും കേരളത്തിലുള്ള പുതിയ തലമുറയ്ക്കും പുതിയ വോട്ടർമാർക്കും അത് ഒരു പോസിറ്റീവാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന 30 പേരുടെ ലിസ്റ്റും സത്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ 30 ലിസ്റ്റിലുള്ള ഈ 30 ചെറുപ്പക്കാരും, അത് ചെറുപ്പക്കാരനാവട്ടെ ചെറുപ്പക്കാരിയാവട്ടെ, ഇവരെല്ലാം സമൂഹത്തിൽ, പൊതുമധ്യത്തിൽ, പൊതുപ്രവർത്തന മേഖലയിൽ എപ്പോഴും കാണാം. ഒന്നീ റോഡിൽ കാണും, അല്ലെങ്കിൽ ചാനലിൽ കാണും, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കിടയിൽ കാണും. ഇങ്ങനെ ഒരു ലിസ്റ്റാണ് AICC അംഗീകരിക്കുന്നതെങ്കിൽ ഈ 30-ൽ 30 പേരും ഉറപ്പായിട്ടും വിജയിക്കും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഡാൻ കുര്യനെ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഡാൻ കുര്യനെ താങ്കളുടെ അഭിനന്ദനം കൂടി അറിയിക്കാം. എന്തായാലും ശ്രീ ഗുഡ് ഡിസിഷൻ, ഹോപ്പ് ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നു. നെതന്യാഹു എന്തായാലും കൊള്ളാം. അങ്ങനെ 2 പേരുകൾ ചേർത്ത് ഒരാളൊരു വ്യാജ ID ഉണ്ടാക്കിയിരിക്കുന്നു. ഷിജു കിരിയത്ത്, BJP is a റിലീജിയസ് പാർട്ടി ലൈക്ക് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI എന്ന് പറയുന്നു. ജനം പറയുന്നു കോൺഗ്രസ് തകരും തോറും രാജ്യം തകരുകയാണെന്ന് ഓർമ്മ വേണമെന്ന് ജയകുമാർ പറയുന്നു. തിരുത്തൽവാദികളോ എന്ന് സെബാസ്റ്റ്യൻ ES. ജലീഷ് ജോൺ, യുവാക്കൾ വരട്ടെ എന്ന് പറയുന്നു. ന്യൂ തിങ്കർ അഭിപ്രായം ന്യൂ തിങ്കർ, സന്ദീപ് വാര്യർ അടുത്ത ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് പാർട്ടി വിടില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പല നേതാക്കളും പലയിടത്തും വിടാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പാർട്ടി മാറിയ ഒരുപാട് നേതാക്കളുണ്ട്. കേരളത്തിലാണ് പൊതുവെ അങ്ങനെ പാർട്ടി മാറ്റം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കുറവുള്ള ഒരു സംസ്ഥാനം. സന്തോഷ് കാസർഗോഡിനൊരു ലൈക്ക് അടിക്കുന്നു. ഷിജു കിരിയത്ത്, സെബാസ്റ്റ്യൻ ES 100 വയസ്സിൽ ഇലക്ഷന് നിൽക്കും എന്ന് പറയുന്നു. നമസ്കാരം അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു. ഗോളാന്തര യാത്രയ്ക്ക് ഒരു ചിരി പറയുന്നു. സെബാസ്റ്റ്യൻ CA, മനുവാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പറയുന്നത്. നമ്മളാരും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വിരുദ്ധനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലിയോ ഒന്നുമില്ല. വ്യക്തിപരമായി എല്ലാവർക്കും രാഷ്ട്രീയം ഒക്കെ കാണും. പക്ഷേ നമ്മൾ ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരുത്തർക്ക് അനുകൂലമായിട്ടോ വിരുദ്ധമായിട്ടോ അല്ല നിലപാടുകൾ സ്വീകരിക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ ഏത് ആളുകൾ പറഞ്ഞാലും നമുക്ക് അറിവുള്ളതാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ അറിയാത്ത വിഷയങ്ങളൊക്കെ തെറ്റായി ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് മിണ്ടാതിരിക്കേണ്ടി വരും. അല്ല, അറിവുള്ള കാര്യമാണെങ്കിൽ നമ്മളത് തെറ്റാണ് എന്നത് തന്നെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. VD സതീശൻ പറഞ്ഞത് ക്രെഡിറ്റ് എനിക്ക് വേണ്ട എന്ന് കൂട്ടായ വിജയമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് മേജർ ജനറൽ എന്നൊക്കെ പറയുന്നത്? ദിലീപ് കുമാർ, ബാരിക്കേഡ് തകർത്ത് ചാനലുകളുടെ മുമ്പിൽ ആളായി നേതാവാകുന്ന ചാനലുകളുടെ ഉൽപ്പന്നം സാമൂഹ്യമായി ഇവരുടെ ഇടപെടൽ എന്താണ് എന്നൊക്കെ ചോദിക്കും ദിലീപ് കുമാർ. അതാരെക്കുറിച്ചോ യുവ നേതാവിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. കോൺഗ്രസ് പാർട്ടി യുവാക്കളെ പൊതുവരാൻ അനുവദിക്കുന്നില്ല, അതിൽ AK ആന്റണി ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് ആണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. AK ആന്റണി അങ്ങനെ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലാതെ അദ്ദേഹത്തിനെ അറിയുന്ന ആളുകൾക്കറിയാം. നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ പറയണമല്ലോ. കോൺഗ്രസിനെ പറയുമ്പോൾ കിരണിന് വല്ലാതെ പൊള്ളുന്നു എന്ന് സന്തോഷ് പരിഭാഹി പറയുന്നു. എന്തായാലും അത് ഒരു തമാശയുള്ള വാചകം കൂടിയാണ്. ചില കോൺഗ്രസ്സുകാരൊക്കെ തിരിച്ചാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ കൂടി പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്തായാലും തുള്ളും പൊള്ളും കിരൺ വല്ല പൊള്ളും അനങ്ങനെയാണല്ലോ എന്ന് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നു. റിഗുൽ മാങ്കുറ്റി, ജിൻഡോ ജോൺ 2 പേരും അഹങ്കാരികളും വിടുവായത്തം പറയുന്നുണ്ട്, ബാക്കിയെല്ലാം സൂപ്പർ എന്ന് പറയുന്നു. അപ്പോൾ ഇവർ 2 പേർക്കും എന്താണ് കുഴപ്പം? അവർ 2 പേരും പറയുന്നത് താങ്കൾക്ക് ഇഷ്ടമല്ലായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെ പാർട്ടിക്കാർ അത് നോക്കിക്കോളും. ഞങ്ങളാരും ദാസരോട് മാപ്പ് പറയാൻ പറഞ്ഞില്ല, അദ്ദേഹം പരസ്യമായി മാപ്പ് പറയും താങ്കളാണ് പറഞ്ഞത്, പറഞ്ഞപ്പോൾ പ്ലേറ്റ് മറിച്ചു ജയകുമാർ. അതൊക്കെ ജയകുമാർ നേരത്തെ അതൊക്കെ വിടണം. ഈ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, അതിന് തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ, അതിലൊക്കെ അങ്ങനെ ഏതെങ്കിലും ഗുരുതരമായ ആരെങ്കിലും തെറിയൊന്നും വിളിക്കുന്ന ഒരാളല്ലല്ലോ. അങ്ങനെ ആരെയും തെറി വിളിച്ചിട്ടില്ല, അങ്ങനെ ആരെക്കുറിച്ച് അങ്ങനെ മോശപ്പെട്ട അഭിപ്രായം പറയുന്നില്ല. പൊളിറ്റിക്കൽ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവും, ചിലപ്പോൾ അത് ശരിയായി വരികയൊക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാവരും പറയുന്നത് ശരിയാണെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ വോട്ടെണ്ണ തലേന്നും അതിൻ്റെ രാവിലെ വരെ പറയില്ലേ ഞങ്ങൾ ജയിക്കും എന്നൊക്കെ, എങ്കിൽ പിന്നെ അവരെല്ലാം മാപ്പ് പറയണം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അത് ഓരോരുത്തരുടെ ഓരോ കണക്കൂട്ടലുകളാണ്. അരുവിക്കരയിൽ ശബരി മതിയായിരുന്നു എന്ന് സാനുജിത്ത് സനൽ പറയുന്നു. പാറശാല ആര് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എന്തായാലും നിരവധി കമൻറ്റുകൾ കൂടി വരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിലെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനായി അവർ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മണ്ഡലങ്ങൾ, നേരത്തെ വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അത്തരം 30 മണ്ഡലങ്ങൾ അവർ യുവനിരയെ അണിനിരത്താനാണ് ആലോചിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ആ തീരുമാനത്തോട് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മൾ സംസാരിച്ചിട്ട് കുറെ ദിവസമായി. അതെ, പറഞ്ഞോളൂ. പറയുന്നത് 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രായമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2016 മലമ്പുഴ മത്സരിക്കുമ്പോൾ അച്യുതാനന്ദന്റെ വയസ്സ് 93. അച്യുതാനന്ദൻ അവിടെ ഏതാണ്ട് 20,000 വോട്ടിന് മേളിലാണ് ജയിച്ചിട്ടുള്ളത്.
അത് അവിടെ എതിരെ മത്സരിച്ചത് ചെറുപ്പക്കാരനായിരുന്നു, ഒരു കൃഷ്ണകുമാറായിരുന്നു. അതിനു മുമ്പ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയത് മറ്റൊരു യുവതിയായിരുന്നു, ലതിക സുഭാഷ് എന്നാണ് എന്റെ ഓർമ്മ. എന്നിട്ടും അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ ആൾക്കാര് നിറം കൊണ്ടും പ്രായം കൊണ്ടും അധിക്ഷേപിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ. ആരാന്നറിയാമല്ലോ? നമ്മുടെ MM മണിയാശാൻ. ആ മണിയാശാനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ നടന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ മണിയാശാൻ അന്ന് അവിടെ ജയിച്ചത് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ. 38,000. ഇനി നമ്മുടെ ചരിത്രം നോക്കാം. നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. 1984 രാജീവ് ഗാന്ധി മത്സരിച്ചു. രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് മത്സരിച്ചു. അന്ന് കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഭൂരിപക്ഷമാണ്. 404 കിട്ടിയത്. 404. ചെറുപ്പക്കാരനായിരുന്നു. അന്നൊരു മറ്റു പല കാരണങ്ങളോട് കൂടി ഉണ്ടായിരുന്നല്ലോ. ആയിക്കോട്ടെ, നമ്മൾ പ്രായമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പൊ 404 വോട്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് 1989 എന്തേ അടിപതറി പോയത്? അന്നും ചെറുപ്പക്കാരനായിരുന്നില്ലേ രാജ്യത്തെ നയിക്കാൻ നോക്കിയത് രാജീവ് ഗാന്ധി? ഇപ്പൊ അതിനകത്ത് വേറെ കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പരിചയസമ്പന്നരായ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ CPM ഇത്തവണ മന്ത്രിസഭയിലേക്ക് പിണറായി വിജയൻ ഒഴികെ ബാക്കി ഒരാൾ പോലും മന്ത്രിയായി ഒരു ദിവസം പോലും ഇരുന്ന് പരിചയമുള്ള ആരും അല്ലായിരുന്നല്ലോ. അവിടെ പരിചയമുള്ള ഒരുപാട് നേതാക്കൾ MLA-മാരെ ഉണ്ടായിരുന്നല്ലോ. അവരെ KK ശൈലജ അടക്കമുള്ള പ്രധാനപ്പെട്ട അത്രത്തോളം ഈ ഒന്നുകൂടി കഴിവ് കൊടുത്താൽ പോലും അവസരം തെളിയിച്ച അല്ലെങ്കിൽ കഴിവ് അത്തരത്തിൽ തെളിയിച്ച ആളുകളെ അടക്കം മാറ്റിയല്ലേ പുതിയ ആളുകളെ കൊണ്ടുവന്നത്. അതാ എല്ലാ പാർട്ടിയും അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് വീണ്ടും ആ പാർട്ടിക്ക് ഭാവിയിലേക്കും ഇതുപോലെ കരുത്തരായ നേതാക്കൾ വേണം എന്നുള്ളതുകൊണ്ടല്ലേ? അതിന്റെ ഉത്തരം വേറെയാണ് കേട്ടോ. അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാല് നമ്മുടെ CPM-ലെ കാര്യം എങ്ങനെയാണ്? CPM-ന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ DYFI എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, DYFI SFI-യും കേരളത്തിലെ യൂണിവേഴ്സിറ്റി എല്ലാം ഭരിക്കുന്നത് SFI ആണ് അല്ലേ? ഏതാണ്ട് എന്റെ ഓർമ്മയില് കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഒടുവിലത്തെ ചെയർമാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ KS-ന്റെ ഉണ്ടായിരുന്നത് G. രാമൻ നായർ എന്ന് പറയുന്ന ഒരു അതിലേക്ക് പറയുന്നത്. ചെറുപ്പക്കാരുടെ കാര്യം ചെറുപ്പക്കാരെ പറയണമല്ലോ. അങ്ങനെ വൻനിരയാണ് SFI-യിലെയും DYFI-യിലെയും കൂടി CPM-ൽ വന്നിരിക്കുന്നത്. CPM തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് 75 വയസ്സിന്. അതുപോലെ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-ലെ യുവനിരയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരു വലിയ യുവനിര ഇപ്പോൾ കോൺഗ്രസിനുണ്ടല്ലോ. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിനെ നയിച്ചത് ഈ യുവനിരയാണല്ലോ. അങ്ങനെയല്ല. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 75 വയസ്സ് കഴിഞ്ഞവരെ രാഷ്ട്രീയ നേതൃസ്ഥാനത്തു നിന്നും മറ്റുള്ള സ്ഥാനങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPM എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഞാൻ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിലും ചില ഇളവുകളൊക്കെ പലർക്കും നൽകിയിട്ടില്ലേ? അതൊക്കെ ഒരു പ്രായോഗികതയാണ്. ഇപ്പൊ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരാൾ ഏത് പ്രായത്തിൽ മത്സരിച്ചാലും ജയിക്കുന്ന ആളായതുകൊണ്ട് ബാക്കി എല്ലാവർക്കും പ്രായമായവർക്ക് എല്ലാം കൊടുക്കണമെന്നല്ലല്ലോ. ആ പ്രായമായവരെ പൂർണ്ണമായി ഇവർ ഒഴിവാക്കുന്നില്ല. ഇത് തോറ്റ സീറ്റുകളിൽ ജയസാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവായ നീക്കമല്ലേ? അതിന് മലയാളത്തിൽ ചൊല്ലുണ്ട് കേട്ടോ. എന്ത് പറയുന്നറിയോ? മച്ചിപ്പശുവിനെ കൂടുമാറ്റി കെട്ടിയാ പ്രസവിക്കൂല. അതെങ്ങനെയാണ്? അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകളല്ലല്ലോ അവതരിപ്പിച്ച ആളുകളെല്ലാം. ഇങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇപ്പൊ ഈ VT ബൽറാം ജയിച്ചിട്ടല്ലേ തോറ്റത്? ജയിച്ച ചരിത്രം കൂടി ഉണ്ടല്ലോ. MLA ആയിരുന്നല്ലോ നന്നേ ചെറുപ്രായത്തിൽ. തോറ്റ സീറ്റുകളിൽ, അതായത് CPM ജയിച്ച സീറ്റുകളിൽ ജയിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ നിർത്തിയാൽ ജയിക്കുമോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മുടെ ചോദ്യം. ശരി, ഓക്കെ. താങ്കള് ബോധപൂർവം തന്നെ വിഷയത്തിന്റെ ഒട്ടും മെറിറ്റിലേക്ക് വരുന്നില്ല. താങ്കൾക്ക് പാർട്ടി വിമർശിക്കാം, പക്ഷെ അങ്ങനെ ഒരു ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതിനെ മെറിറ്റിലേക്ക് തന്നെയാ വരുന്നത്. തോറ്റ സീറ്റ് ഇപ്പൊ ഉദാഹരണം MM മണി ജയിച്ച സീറ്റ്. MM മണി അതിനു മുമ്പ് എത്ര വോട്ടിനാണ് ജയിച്ചത്? MM മണി ആയ കാലത്ത് ഈ മന്ത്രി അതിന് ശേഷം മത്സരിച്ചപ്പോഴല്ലേ വലിയ ഭൂരിപക്ഷം കിട്ടിയത്? MM മണി ആദ്യഘട്ടത്തിൽ എങ്ങനെ ജയിച്ചത്? കഷ്ടിച്ചല്ലേ ഇത്രകാലം ദീർഘമായി അവിടെ വലിയ പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തി ഇടുക്കിയിലെ ഏറ്റവും വലിയ നേതാവായി എന്നിട്ട് കഷ്ടിച്ചല്ലേ ജയിച്ചത് ആദ്യവണ? അല്ല, അതെ, അങ്ങനെയല്ല. ഒരാളുടെ പോസിറ്റീവ് നോക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഏത് പാർട്ടിയിലായാലും ചെറുപ്പക്കാർ വരുന്നത് എന്തായാലും നല്ലതാണ്. അതിനെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം മോശക്കാരാണ്, ഞങ്ങളുടെ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ നല്ലത് എന്ന് പറയുന്നതും അത് ശരിയല്ല. അത് അത്തരം തീരുമാനങ്ങൾ നമ്മൾ പോസിറ്റീവായി കാണുക, അതിനെ രാഷ്ട്രീയമായി എതിർക്കുക, ബാക്കി കാര്യങ്ങളെ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകേണ്ട സമയം തീർക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. കുറെ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ഇത് കോൺഗ്രസ് എന്നല്ല, BJP എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, മുസ്ലിം ലീഗ് അല്ല, ഏത് പാർട്ടിയിലായാലും ഇതുപോലുള്ള യുവാക്കൾ എന്നും കൊടിയും കെട്ടി അടിയും കൊണ്ട്
ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ട്. അവർക്കൊരു ജയിച്ച് MLA ആയി നാടിനെ സേവിക്കാനും അവർക്ക് എന്തെങ്കിലും ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു അവസരം കൊടുക്കണ്ടേ? ഈ മുതുക്കായി ഈ ഒരു കുഴി കാല് തെറ്റിയിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ തന്നെ വോട്ട് ചോദിക്കാൻ തന്നെ 40 പേര് തൂക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. AK സെന്റിന്റെ പടി കയറണമെങ്കിൽ 50 പേര് വേണം. അതുപോലെ തന്നെ ഒരു യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് 4 പേര് തൂക്കിയെടുത്താണ് പല നേതാക്കന്മാരെ കൊണ്ടുപോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വോട്ടർമാരെന്താ ഈ പേരൊക്കെ പോയി ചത്തൂടെ എന്ന് ആലോചിക്കും. വിഷമം കൊണ്ട് പറയണതാണ് അവര്. എന്നാലും ഇതിലുള്ള യുവ നേതാക്കൾ, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഇത് ഒരുപാട് കാലമായിട്ട് ഈ കോൺഗ്രസിന്റെ കൂടെയുള്ള ഇതുകൊണ്ട് പറയുന്നതല്ല, കട്ട് ചെയ്ത് കളയല് കാര്യം. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്ന വേർതിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എളുപ്പം തന്നെ പറയണം. സമയമുണ്ട്, ഞാൻ TV നോക്കിക്കൊണ്ടിരിക്കുക തന്നെ, സമയം ഒരുപാട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള യുവാക്കൾ എന്തുമാത്രം അടിയും കൊണ്ട് ചാനലുകളിൽ വന്ന് കിടന്ന് ഉടക്കമുണ്ടാക്കി യോഗങ്ങളിലും മറ്റുള്ള എല്ലാം പോലീസ് കേസുകൾ എല്ലാം അനുഭവിച്ചു നടക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ വന്നിരുന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഇവരും കയറി വരട്ടെന്നേ. ഇവര് കയറി വന്ന് ആളുകളെ സേവിക്കുകയും ഒരു 10 പൈസ ഉണ്ടാക്കട്ടെ. അതാണ് അതിന്റെ കാര്യം പറഞ്ഞത്. സാറേ, ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കാതില്ല. ഇവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കുന്നവരുടെ പണ്ടൊക്കെ ഉള്ള നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബസ്സിലൊക്കെ KSRTC ബസ്സിലൊക്കെ വന്ന ആൾക്കാരെയൊക്കെ അത് ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം അവന്റെ അക്കൗണ്ട് പറയും. ഇന്നൊരു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാൽ മതി. ഇപ്പൊ തന്നെ എഴുതി കാണിക്കണ ഇതിപ്പോ കോൺഗ്രസിലെന്നല്ല എല്ലാ പാർട്ടിയിലും ഇത് ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ മാത്രമല്ല. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം കത്തിയതല്ലേ, ഒറ്റ കാര്യം ഈ മുടിഞ്ഞോമാരെ ഈ തമ്മിലടി ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നേ എന്റെ പൊന്ന് കിരൺ സാറേ. ശരി, ഓക്കെ. താങ്കൾ അത്ര ഒരു വാചകം പറഞ്ഞത് പലപ്പോഴും കോൺഗ്രസിന്റെ തിരിച്ചടിയാവുന്നത് ഈ തമ്മിലടി തന്നെയാണ്. എന്തായാലും അങ്ങനെ തമ്മിലടിക്കാൻ വിദഗ്ധരായ ആളുകൾ അതിൽ ആ പാർട്ടിക്ക് അമാതിരി ഉണ്ട് താനും. ശ്രീ ബാലസുബ്രഹ്മണ്യനാണ് പാലക്കാട്. ശ്രീ ബാലസുബ്രഹ്മണ്യൻ, യുവാക്കളെ ഇറക്കിയുള്ള ഒരു കോൺഗ്രസിന്റെ പരീക്ഷണം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറ. അല്ല, നല്ല പരീക്ഷണമായിട്ട് തന്നെ യുവാക്കൾ വരട്ടെ. നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെയൊക്കെ നയിക്കാൻ ഈ യുവാക്കൾ വരട്ടെ. കോൺഗ്രസിന്, ഞങ്ങളുടെ പാർട്ടി ഒരു BJP അനുഭാവിയാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള ആളുകളെ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ഒക്കെ വന്നിട്ടും അതിന് ഒരിതില്ലാതെന്ന് തോന്നുന്നു. എങ്കിൽ പോലും കോൺഗ്രസിന്റെ പിന്നെ അഹങ്കാരികളായിട്ടുള്ള ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കുറച്ച് നല്ല യുവാക്കളുണ്ട്. എല്ലാവരും വരട്ടെ. നമ്മുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടി യുവതലമുറ മുമ്പോട്ട് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ദീപു ആണ് കൂടെ ചേരുന്നത്. ശ്രീ ദീപു, ഏതു പാർട്ടിയിലായാലും യുവനിര വരുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഊർജ്ജം നൽകുന്നതാണ്. യുവാക്കൾക്ക് എപ്പോഴും പ്രാമുഖ്യം ഏത് പാർട്ടിയിലായാലും വേണം. കോൺഗ്രസും കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട അല്ലെങ്കിൽ മുമ്പ് ജയിച്ചിട്ടുള്ള സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന 30 സീറ്റുകൾ അത്തരമൊരു യുവനിര ഇറക്കിയുള്ള പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് കിരൺ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പരിപാടി, അതായത് പൊതുവേദി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു ശ്രോതാവും ഇതിൽ പങ്കെടുക്കുന്ന ഒരാളുമാണ്. നേരത്തെ ദുബായിലായിരുന്നപ്പോൾ ദീപു ദുബായ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ദീപു തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പരിപാടിയിൽ വിളിക്കുന്നവരെ അപമാനിക്കുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, അത് ചിരിച്ച് ആസ്വദിക്കുക. ഇപ്പൊ തന്നെ രാഷ്ട്രീയ നേതാക്കളെ എന്താ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞിട്ട് പോയ എനിക്ക് പറയാൻ അറപ്പാണ് ആ വാക്ക്. അത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചിരിച്ച് ആസ്വദിക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ ചെറിയ രീതിയിൽ ഓരോരുത്തരുടെ ശൈലിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതിനെ ആ തരത്തിൽ വിടുക എന്നുള്ളതല്ലാതെ മറുപടി കിട്ടി. ഇനി അങ്ങോട്ട് പോകണ്ട. ഇനിയിപ്പോ ആ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അല്ല, അത് ഓരോരുത്തരുടെ തീരുമാനമാണ്. ശ്രീ ദീപു, ഒരാൾ ദീപു എന്ത് പറയണം എന്നുള്ളത് ദീപുവിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റൊരാൾ എന്ത് പറയണം എന്നുള്ളത് അയാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അയാൾ പറയുന്നതുകൊണ്ട് എനിക്കും ഇത് പറയാം എന്ന് പറയുന്നതല്ലോ. അത് എന്ത് രാഷ്ട്രീയമാണ്? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അത് മാത്രമല്ലല്ലോ, ഞാൻ ഇവിടെ സംസാരിക്കുന്നു രാഷ്ട്രീയമായിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഞാൻ ഇവിടെ എന്തെങ്കിലും അൺപാർലമെന്ററി ആയിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി പറയൂ. അതല്ലാതെ ഞാൻ രാഷ്ട്രീയമായ അഭിപ്രായം പറയാനില്ലാതെ വന്നുകൊണ്ട് ഭ്രാന്തനാണ്, മുഴുഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരെ നിങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താണ് മുഴുഭ്രാന്തനാണ്? അങ്ങനെ വ്യക്തികളെ കുറിച്ചൊന്നും ആരും പറഞ്ഞില്ലല്ലോ. പൊതുവെ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളെ
ആരായിരുന്നു അന്ന് ലാസ്റ്റ് കോൾ? നിങ്ങളാണ് അറ്റൻഡ് ചെയ്തത്, കിരണാണ് അറ്റൻഡ് ചെയ്തത്. എന്നത്തെ കാളാണ്? എന്നത്തെ കോൾ? 3-4 ദിവസം മുമ്പത്തെ കോളിന്റെ കാര്യം പറഞ്ഞു. ഞാനിത് ഓരോ വ്യക്തികൾ ഞങ്ങളെ കുറിച്ചൊക്കെ എന്തെല്ലാം തരത്തിൽ ആളുകൾ ആക്ഷേപം പറയുന്നത്, നമ്മളാരും അതിന് മറുപടി പറയാനൊന്നും പോകാറില്ല. അതൊക്കെ സ്വാഭാവികമാണ്. ദീപു അഭിപ്രായം രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിന് എല്ലാവരും മാന്യമായ രീതിയിൽ മറുപടി പറയണമെന്നില്ല. അതൊക്കെ തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിനൊന്നും മറുപടി പറയാൻ അതിനുവേണ്ടി സമയം കളയേണ്ട കാര്യമേ ഇല്ല. രാഷ്ട്രീയമായ അഭിപ്രായം പറയും. ശരി. അപ്പൊ തള്ളിക്കളയുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ആ വാക്കുകൾ ഉപയോഗിച്ചാൽ ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? ആ വെടലയ്ക്ക് ഉള്ള മറുപടി ഞങ്ങൾ കൊടുത്തോളാം, അതിനുള്ള അവിടെ ഇരിക്കട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാർക്കാണ് ഈ പറയുന്ന അവരുടെ സി ക്ലാസ് മണ്ഡലങ്ങളാണ് കൊടുക്കുന്നത്, അല്ലെ? സി ക്ലാസ് മണ്ഡലങ്ങളാണെന്നാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത്. അവർ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതും ജയസാധ്യതയുള്ളതുമായ മണ്ഡലങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞ വാക്കാപ്പ ഞാൻ യൂസ് ചെയ്തത്. ദീപു അത് എന്തിനാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം കൂടി വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി. ഏതാണ്? കേട്ടില്ല. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതും അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെയാണ് അവർ അങ്ങനെ കണക്കാക്കുന്നത്. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്നത്, ഒരു മണ്ഡലത്തിൽ ഇപ്പൊ ആലുവ മണ്ഡലം എടുക്കാം, 7-8 പ്രാവശ്യം അയാൾ ജയിച്ചു. അവിടെ ഈ പാവപ്പെട്ട യുവാക്കൾക്ക് അവസരം കൊടുക്കാത്ത യുവാക്കളെ കയറ്റിക്കൊണ്ടുവരാനാണെങ്കിൽ MLA എങ്ങനെയാണ് 7-8 തവണ ജയിക്കുന്നത്? 6-7 വട്ടം, മിനിമം 5 വട്ടമെങ്കിലും അയാൾ ജയിച്ചിട്ടുണ്ടാവും അവിടെ ആലുവ മണ്ഡലത്തിൽ. അൻവർ സാദത്ത് നിങ്ങളൊന്ന് നോക്കൂ. അൻവർ സാദത്ത് അങ്ങനെയുള്ള ജയിക്കാനില്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അൻവർ സാദത്തിന് ആദ്യമായി സ്ഥാനാർത്ഥി കിട്ടുന്നതൊക്കെ എനിക്കറിയാം. എന്തായാലും അത്രയും ഒന്നും ആയിട്ടില്ല. ശരി, അത്രയും ആയിട്ടില്ലെങ്കിൽ 20 വർഷവുമായിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 3ാമത്തെ തവണ ആവാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം എന്തായാലും വന്നിട്ടില്ല. ശരി, നിരന്തരം ഇന്ന് ആ വാക്ക് മാറ്റി നിരന്തരം നാക്കാം. നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന യുവാക്കളെ കയറ്റിക്കൊണ്ടുവരണം. ഒരു പാർട്ടി ജയിക്കാനല്ലേ നോക്കുന്നത്? അവർ ജയിക്കാൻ നോക്കുമ്പോൾ അവർക്ക് പരാജയപ്പെട്ട സ്ഥാനങ്ങളിൽ അവർ പരീക്ഷണത്തിൽ ഒരുങ്ങുന്നു. അല്ലാതെ കോൺഗ്രസ് CPM-നെ പോലെ 2 തവണ മത്സരിച്ചവർക്ക് 3ാം സീറ്റില്ല എന്നുള്ള പുതിയ കാലത്താണ് CPM ഉണ്ടാക്കിയത്. അത്തരം വ്യവസ്ഥകളൊന്നും കോൺഗ്രസിലില്ല. ഞാനൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ വാക്ക് പറയട്ടെ. ഇവര് ജയിക്കാനല്ലേ ഇവര് നിർത്തിയേക്കുന്നത്, തോക്കാനല്ലല്ലോ. അപ്പൊ ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ അവരെന്താ നിർത്താത്തത്? അപ്പൊ ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യാനാണെന്ന് പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പം നിരന്തരം വിജയിക്കുന്ന നല്ല ക്ലാസ് ഉള്ള അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു നേതാവ് തോൽക്കുന്ന ഒരു കോൺഗ്രസിന് കിട്ടാത്ത ഒരു മണ്ഡലത്തിൽ പോയി ഒന്ന് ജയിച്ച് വായിപ്പിക്കാത്ത എന്താ? ശ്രീ ദീപു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെയാണ്. ഈ പറയുന്ന പ്രധാന നേതാക്കളൊക്കെ മത്സരിക്കുന്നത് സീറ്റിലൊക്കെയാണ്. ഏറ്റവും പ്രധാന നേതാക്കളൊക്കെ മത്സരിക്കുന്നത്. അവരാരും വലിയ പരീക്ഷണത്തിനൊന്നും ഏത് പാർട്ടിയിലും നിൽക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ചെറുപ്പക്കാര് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതിന്റെ വർത്തമാനമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, കോൺഗ്രസ് ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ മുൻകാലങ്ങളിലെ പോലെ അല്ല. കോൺഗ്രസിൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ വലിയൊരു നിരയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരെ നിങ്ങൾ പറഞ്ഞു കിട്ടാത്ത സീറ്റിലാണ് അവരെ നിർത്തി ജയിപ്പിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നിട്ട് ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നെന്നും പറയുന്നു. അപ്പൊ ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം സീറ്റുകളിലെ നിർത്തേണ്ടത് അല്ല. ജയിച്ച സീറ്റുകൾ ചെറുപ്പക്കാരുണ്ടല്ലോ. അവരുടെ എത്രയോ ചെറുപ്പക്കാർ ഈ നിയമസഭയിലേക്ക് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരല്ലേ അവരുടേത്. എല്ലാം 50 വയസ്സിൽ താഴെയുള്ള വലിയൊരു നിര തന്നെ. വരുന്നവരെ മാത്രം നിർത്തുന്നതിന് പകരം ഈ ആളുകളെ പരീക്ഷിക്കുകയും അന്ന് ആ സീറ്റുകളിൽ ഈ ചെറുപ്പക്കാരെയാണ് പരീക്ഷിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ മറ്റു സീറ്റുകളിൽ ഇതെല്ലാം അവരുടെ തീരുമാനമാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തീരുമാനിക്കുകയും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കേണ്ടത്. നമുക്ക് മറ്റൊരു കോളറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, ഈ പരാജയപ്പെട്ട സീറ്റുകൾ, മുമ്പ് ജയിച്ചിട്ടുള്ള സീറ്റുകൾ, അങ്ങനെയുള്ള 30 സീറ്റുകൾ കണ്ടെത്തി അവിടെ ജയമുറപ്പിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുടെ ഒരു നിരയെ അവതരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. അത്തരമൊരു ആലോചനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. അപ്പോഴേ കിരണേ, എനിക്കൊരു വ്യക്തമായ അതിനൊരു മറുപടി ഉണ്ട്. ഒപ്പം എനിക്കൊരു പേരിട്ട് തന്നിട്ടുണ്ട്, അമേരിക്കൻ പൗരനെന്ന്. ആ വ്യക്തിയാണ് കുറച്ചു നേരത്തെ വിടുവായ്ത്തനം പറഞ്ഞിട്ട് പോയത്. കേട്ടായിരുന്നോ താങ്കൾ? അതേപോലെ നിങ്ങളൊക്കെ ഇത്രയും ഒരാളെ ഒരു അമേരിക്കൻ പൗരൻ എന്ന് വിളിക്കുന്നവർ തെറിയൊന്നുമല്ല. അത് തെറിയല്ല. അല്ല, താങ്കൾ അമേരിക്കയ്ക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം വിളിച്ചാണ്. അതിനപ്പുറത്തേക്ക് ഇനി അയാൾ വിടുവായത്തം പറയുന്നതെന്ന് പറയാം. അങ്ങനെയല്ലേ. നമ്മൾ മാന്യമായി അയാൾ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്, അയാൾ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാം. അതാണ് മാന്യത. അതെ, അപ്പൊ അയാൾ പറഞ്ഞത് ശരിയായില്ല. ഞാൻ വിടുവായത്വം ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് ഈ പൊതുവിധിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണ് കുറച്ചു നേരത്തെ സംസാരിച്ചത്. ആദ്യം തന്റെ കാര്യം പറഞ്ഞിട്ട് ഈ അത്തരം കാര്യങ്ങൾ വിട്ടിട്ട് ഇതിൽ രാഷ്ട്രീയ അഭിപ്രായം പറയും. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിലാണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ഈ യൂട്യൂബിൽ കമന്റ് കാണുവേ. അതിനകത്ത് ഈ സഭ്യമായ ഭാഷ അൺപാർലമെന്ററി എന്ന് പറഞ്ഞില്ലേ,
തള്ളയ്ക്ക് വിളിക്കുന്ന ആളാണ് കുറച്ചു നേരത്തെ നോക്കിയത്. വേണമെങ്കിൽ താങ്കൾ ഇപ്പൊ കമന്റ് വായിച്ചു നോക്കൂ. താഴെ തെറി വിളിക്കും, പച്ച തെറി വിളിക്കുന്ന ആളാണെന്നേ. ഞാനിത് അവസരം നോക്കിയിരിക്കുന്നു പറയാൻ, അറിയാമോ? ശരിയല്ല. ആദ്യം ഇരട്ടത്താപ്പ് മാറ്റിയിട്ട് സ്വന്തം ഒറിജിനൽ വാക്കുകൾ പറയൂ. പിന്നെ ഇതിനകത്ത് മിസ്റ്റർ കിരൺ, അങ്ങനെ ഈ യൂട്യൂബിലെ കമന്റുകളിലൊന്നും അങ്ങനെ ആരും ചോദിച്ചു നോക്കൂ. ആ തരത്തിലേക്കൊന്നും ഞാൻ കണ്ടില്ല. താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. തന്തയ്ക്ക് വിളിച്ചു, എന്തൊരു ഗോളെന്ന് പറഞ്ഞ ഒരുത്തിന്റെ തന്തയ്ക്ക് വിളിച്ചു. ചോദിച്ചു നോക്ക്, തള്ളയ്ക്കാ വിളിച്ചു, നന്ദയ്ക്കല്ല. മൊത്തം യൂട്യൂബ് കമന്റുകളിൽ ആരെങ്കിലും അങ്ങനെ, ഞാൻ ഇതുവരെ അങ്ങനെ എന്റെ നോട്ടത്തിൽ ഞാൻ വേറെ ഒന്ന് രണ്ട് പേരുണ്ട് വ്യാജ പേരുള്ളവർ, അവരാണ് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞത്. യഥാർത്ഥ പേരിൽ വരുന്ന ആരും അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞാൽ കണ്ടില്ല. ദീപു അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായം ആരോട്ടേലും പറഞ്ഞാൽ കണ്ടിട്ടില്ല. CPM കാരനാണ്. CPM-നെതിരെ പറയുമ്പോൾ ആ തരത്തിലേക്ക് വാദിക്കുന്നതിനപ്പുറത്തേക്ക് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞാലും കണ്ടിട്ടില്ല. എന്നോട് ചോദിക്കണ്ട, താഴെ കമന്റ് ഇപ്പൊ ചോദിച്ചു നോക്കൂ. ഈ ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന്. ഞാൻ അവിടെ ഇരിക്കില്ല, കാര്യം തെറി വിളിയാ ഫുള്ളും. എനിവേ നോക്കൂ, ഒരു ഏറ്റവും നല്ല കാര്യമാണ് ഈ കോൺഗ്രസ് ഇപ്പം ചെയ്തത്. ഞാൻ കോൺഗ്രസിന്റെ ഫുൾ ഐഡിയോളജിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അവരുടെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമുള്ളതാണ്. ഈ പുതുതലമുറയിലുള്ള എനിക്ക് തോന്നുന്നു അതിനകത്ത് 90% താങ്കൾ കാണിച്ച ആൾക്കാർ വളരെ നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരാണ്. അലിഗേഷൻസ് ഇല്ല, അവര് നല്ല ആക്റ്റീവാണ്. അപ്പൊ ഒരു പുതിയ തലമുറ നമ്മുടെ ഭരണത്തിൽ വരികയാണെങ്കിൽ അത് ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റിലെ പുതിയ നല്ല ആൾക്കാരെ കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല, BJP കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പുതിയ തലമുറയിൽ വരികയാണെങ്കിൽ അതാണ് കേരളത്തിന് ഏറ്റവും നല്ലത്. വളരെ വ്യക്തമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഹമ്മദ് ബാവ, ഈ കോൺഗ്രസിന്റെ യുവാക്കളെ ഇറക്കിയുള്ള ഒരു പരീക്ഷണം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പറയണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം ഇതിൽ കണക്ഷനും കിട്ടിയിട്ട് കുറെ നേരം കാത്തു നിൽക്കുമ്പോ രണ്ടാൾക്കാരെ കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടി നമ്മളെ സമയവും മറ്റുള്ളവരുടെ വിളിക്കുന്ന ആളുകളല്ലേ ശ്രീ അഹമ്മദ് ബാവ? അപ്പോൾ അവർക്ക് നമ്മളൊരു പരിഗണന കൊടുത്താണ്. അതൊക്കെ പിന്നെ യൂട്യൂബിൽ തല്ലുമൊക്കെ ഉള്ളതാണ്, നമ്മൾ അതിന് പരിഗണന കൊടുത്താണ്. അത്രയും കണ്ടാൽ മതി. ഇത് ഇങ്ങനെ ശരി, ഓക്കെ, ഞാനത് പറയണ്ട, എന്നിട്ട് അതിൽ സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ എനിക്കും എന്ത് നിൽക്കാത്തോണ്ട് പറഞ്ഞാണ്, സോറി. ഇതിലെന്താ അറിയോ, ഇത് ഒരു 60% നല്ല തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു 100 ആളെ മത്സരിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടിയിലും, ഇപ്പൊ എന്റെ പാർട്ടിയും ഒരു 60 ആളെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരണം. ഒരു 40 ആളെങ്കിലും കുറച്ച് തല മുതിർന്നവരില്ലെങ്കിൽ എന്താ പറയുക, ഈ ചെക്കന്മാര് കുരുത്തക്കെട്ട് കാട്ടും. ഏത് പാർട്ടിയാണ് താങ്കൾ? ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. എല്ലാ പാർട്ടിയിലും ഈ ചെക്കന്മാരെന്ന് പറഞ്ഞ ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞതാണ്. പിന്നെ ഇപ്പൊ ഈ ഒരു ചെറുപ്രായത്തിലുള്ളവരെ നിയന്ത്രിക്കാൻ ഇപ്പൊ നമ്മള് പിന്നെ അധ്യാപകന്മാർ ഒക്കെ വേണല്ലോ. അപ്പൊ കുറച്ച് ടീച്ചേഴ്സ് മുകളിൽ വേണം. ഒരു 60% ഈ ചെറുപ്പക്കാർ 60% കൊടുക്കണം ചെറുപ്പക്കാർക്ക്. അതെ, കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോഴത്തെ പല നേതാക്കളും അവരുടെ ചെറുപ്രായത്തിൽ വന്നാണ്, അവരെല്ലാം ഇപ്പോഴും തുടർച്ചയായി മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, അങ്ങനെ ഇപ്പൊ ഇവർക്കും വയസ്സാവുമല്ലോ. ഇപ്പൊ ഇവർക്ക് ഞാൻ 10 വയസ്സിൽ തുടങ്ങിയതാണ് ഞാനും രാഷ്ട്രീയത്തിൽ കൂടി പോക്കി. എനിക്കിപ്പോ 65 വയസ്സായില്ലേ. അപ്പൊ അത് മാറി വരുമല്ലോ. അതെ. അപ്പൊ ഇപ്പൊ കോൺഗ്രസില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഈ നമ്മളിപ്പത്തെ ചെറുപ്പക്കാരൻ. പക്ഷെ ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ചില വാക്കുകള് വിട്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ ഒരു കുറച്ച് ടീച്ചർമാരും മാഷ്മാരും എല്ലാവരും വേണം. അല്ല പൂർണ്ണമായും ചെറുപ്പക്കാരുടെ ഒരു നിരയെന്നുള്ളതല്ല, എപ്പോഴും മുതിർന്ന ആളുകൾ കൂടി വേണം. പക്ഷെ ചെറുപ്പക്കാർക്കായിരിക്കണം ഏത് പാർട്ടിയിലായാലും മേൽക്കൈ ഉണ്ടായിരിക്കേണ്ടത്. വേണം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യല്ല ഇങ്ങനെ ചെയ്യാ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ചില 1-2 കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. കിരൺ പറഞ്ഞത് തെറ്റാണ്. ചെറുപ്പം നോക്കിയല്ല മന്ത്രിമാരെ മാറ്റിയത്, 2 ടേം പറഞ്ഞവരെയാണ് ഒഴിവാക്കിയത്. ദിലീപ് കുമാർ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ചെറുപ്പം എന്ന് പറഞ്ഞത് പ്രായം വെച്ച് മാത്രമല്ല, താരതമ്യേന 2 തവണ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഒഴിവാക്കി പുതിയൊരു നിരക്ക് അവസരം കൊടുത്തു. അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. അത്തരം ഏത് പാർട്ടിയായാലും അങ്ങനെ കാണുന്നതിനെ പോസിറ്റീവായി തന്നെയാണ് പറയുന്നതും. ഓരോ മണ്ഡലത്തിലേക്കും 1 ഡസൻ വീതം സ്ഥാനാർത്ഥികളെ ഖദർ വസ്ത്രം തുന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. യുവരക്തം സ്വരാജിന് എന്ത് പറ്റി മണിമല എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സുനിൽ NS ചോദിച്ചേക്കുന്നത് അത് ഒരു നേതാവിനെ മോശപ്പെട്ട രീതിയിലേക്കുള്ള പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയല്ല. നിങ്ങൾക്ക് മാന്യമായി രാഷ്ട്രീയം പറയാമല്ലോ. അപ്പോൾ അതിനു മുമ്പ് യുവരക്തത്തെ സ്വരാജിന് എന്ത് പറ്റിയ മണിമല എന്ന് ചോദിച്ചത് ഞാൻ വായിച്ചു. അതിന് കാരണം എന്താ, മാന്യമായിട്ടാണ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ സുനിൽ NS ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം മാന്യമായിട്ടല്ല, ഒരു യുവ നേതാവിനെ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ശരിയല്ല എന്ന് തന്നെ പറയും. പൊന്നാനി തവനൂർ മുസ്ലിം ലീഗിന് കൊടുത്തുകൂടെ, ഗുരുവായൂർ ലീഗിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് എടുക്കണമെന്നൊക്കെ പറയുന്നു.
അത് ആ ചോദ്യം തന്നെ പല രീതിയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എവിടെ തമ്മിലടി, വെറുതെ ഓരോന്ന് പറയല്ലേ, പി ജയരാജൻ ഗോവിന്ദൻ തമ്മിലടി നിർത്തൂ എന്ന് പറയുന്നു, ബാറ്റ്മാനാണ് പറയുന്നത്. കോൺഗ്രസ് FT വരെ എന്ന് പറയുന്നു. വാര്യർ ചാനൽ ചർച്ചയിൽ വെൽഫെയർ പാർട്ടിയെ ന്യായീകരിച്ച് കണ്ട് ചിരിച്ചു മതിയായെന്ന് ന്യൂ തിങ്കർ പറയുന്നു. ന്യൂ തിങ്കർക്ക് അനുകൂലമായി അദ്ദേഹം പണ്ട് ഇതുപോലെയൊക്കെ വാദിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ചിരി വന്നോ എന്ന് എനിക്കറിയില്ല. ദീപു കമ്മിയാണ് ബ്രോ എന്ന് പറയുന്നത്. ദീപു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അത് അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണല്ലോ അദ്ദേഹം പറയുന്നത്, അല്ലാതെ അത് ഞാൻ മറച്ചു വെച്ചിട്ടല്ല പറഞ്ഞത്. പ്രദീപ് പറഞ്ഞ സത്യമാണ്. ഗോളാന്തരത്തിന് ഒരച്ഛനെ അത് വേണ്ട ആവശ്യമില്ലാത്ത വയനാണ്. സംസാരം കേട്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ മറ്റു ചില കമൻറ്റുകൾ കൂടിയുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് മഹാഭൂരിപക്ഷം പ്രേക്ഷകരും ചെറുപ്പക്കാർ ഏത് പാർട്ടിയിലായാലും വരണം, അല്ലെങ്കിൽ വരുന്നത് എപ്പോഴും നല്ലതാണ് എന്ന മട്ടിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആരോപണം ഉന്നയിച്ചത് അത് മറ്റ് ആ പാർട്ടിയിലെ ചെറുപ്പക്കാർ മോശമാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ നല്ലതാണെന്നൊക്കെ മട്ടിലൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പോസിറ്റീവായ സ്പിരിറ്റ് എടുക്കാൻ കഴിയുന്നത് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എപ്പോഴും ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിനായാലും എവിടെയായാലും തലപ്പത്ത് ചെറുപ്പക്കാരുടെ ഒരു നിരയുണ്ടാവണം എന്ന് കരുതി മുഴുവൻ മുതിർന്ന ആളുകളെയും തള്ളിക്കളയണമെന്നല്ല. അവരെക്കാൾ ശക്തരായി ഭൂരിപക്ഷം വരേണ്ടത് എപ്പോഴും ചെറുപ്പക്കാർ തന്നെയാണ്. അവരായിരിക്കണം ഈ നാടിനെ നാളെ നയിക്കേണ്ടത്. അത്തരത്തിലേക്കുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.